ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെയും മാക് ടിവിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നൂറുമേനി സീസൺ 2 ബൈബിൾ വചനമെഴുത്ത് മത്സരത്തിൽ അതിരൂപതയിലെ 250 ഇടവകകളിൽ നിന്ന് 7 കാറ്റഗറിയിലായി 40,000 പേർ പങ്കെടുത്തു. അതിരൂപതയിലെ 18 ഫൊറോനകളെ 5 റീജിയനുകളായി തിരിച്ചു നടത്തിയ ഫൊറോന മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിലേക്ക് 5 കുടുംബങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി നൂറുമേനി ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിലും ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കലും അറിയിച്ചു. ജൂലൈ 26 രാവിലെ 11 മണിക്ക് ചങ്ങനാശ്ശേരി SB കോളേജ് കാവുകാട്ട് ഹാളിലാണ് ഗ്രാൻഡ് ഫിനാലെ മത്സരം നടക്കുക. 27 രാവിലെ 9 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ മെഗാ സമ്മേളനത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യാതിഥിയായിരിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടവക തലം മുതൽ അതിരൂപതാ തലം വരെ നടന്ന മത്സരങ്ങളിൽ സമ്മാനാർഹരായ 3500ഓളം പേരെ അന്നേ ദിവസം സമ്മാനങ്ങൾ നൽകി ആദരിക്കും. ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദര വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരങ്ങളെ, ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനക്കളരിയാണ് നൂറുമേനി. വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ പിന്നീട് അത് വളർന്നു, അതിരൂപത ഏറ്റെടുത്തു. ഇന്ന് അതിരൂപത മുഴുവൻ എല്ലാ ഇടവകളിലും ഫൊറോനകളിലൊക്കെ വളരെ സജീവമായും ശക്തമായും അത് നടത്തപ്പെടുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അമ്മ വന്നുവെന്ന് ഒരു സ്ത്രീ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ കൂട്ടത്തിൻ്റെ പിറകിൽ ഇതിൻ്റെ അമ്മയുണ്ടെന്ന്. ഈശോന് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ വചനം ആര് കേൾക്കുമോ, അതനുസരിച്ച് ആര് ജീവിക്കുമോ, അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. ഈ വചനം വായിക്കാനും മനഃപ്പാഠമാക്കാനും നടത്തുന്ന ഈ നൂറുമേനി എന്ന പരിശ്രമം എത്രയോ ബൈബിൾ അധിഷ്ഠിതമാണ്, എത്രയോ മഹനീയമായൊരു ശുശ്രൂഷയാണ്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഇടവക പ്രതിനിധികളെയും അൽമായരെയും കുടുംബങ്ങളെയൊക്കെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ജൂലൈ 27 ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന നൂറുമേനി മഹാസംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾ വചനം പഠിക്കുന്നതിൽ കാണിക്കുന്ന താല്പര്യം നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വചനം വായിക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതം കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ തട്ടിൽ പിതാവ്, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്.